സുഹൃത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അതുപോലെ ഈ തീ പിടിച്ചത് ഈ പെട്രോളിന്റെ കാര്യമുണ്ട്. അപ്പൊ ആരെങ്കിലും മനഃപൂർവ്വം ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയതാണെന്ന് സംശയമുണ്ട്. രാവിലെ 24-ന്റെ മോർണിംഗ് ഷോയിൽ SKN ഈ ന്യൂസ് പറയുന്ന കേട്ടിട്ട് ഞാനൊരു 100 വട്ടത്തിൽ കൂടുതൽ ആലോചിച്ചു. ഈ വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നുള്ളതിന് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഇങ്ങനെ കേൾക്കുന്നത് ക്ലിയർ ആയിട്ട് CCTV വിഷ്വൽസ് പുറത്തു വന്നു. സോനയാണ് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ മേടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു വിഷ്വൽ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പം അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ വീഡിയോയിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം. ഒരു പെണ്ണെന്നുള്ള രീതിയിൽ അല്ല, ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ നമ്മൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കേട്ടത്. വയറുമായി പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി കാറിന് ബാക്കിലിരുന്ന് ബ്ലാസ്റ്റ് ചെയ്ത് മൊത്തം ബേണായി മരിച്ചു എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. നമുക്ക് പറയുമ്പോൾ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു കുഞ്ഞ്, അത് ലോകം പോലും കാണാത്തൊരു കുഞ്ഞും കൂടെ മരിച്ചു പോയി എന്നുള്ള ഒരു ഭയങ്കര ദുഃഖകരമായ വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചതല്ല. എനിക്ക് ചെയ്യണമെന്ന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. പക്ഷേ ഇതിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഇന്ന് വന്ന CCTV വിഷ്വൽസും ഇന്ന് മോർണിംഗ് ഷോയിൽ ഞാൻ കണ്ട ആ ന്യൂസുമാണ്. അപ്പോൾ ഈ വിഷ്വൽസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ പറയപ്പെടുന്ന സോനയ്ക്ക് 7 മാസം പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയാണ് സോന എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 7 മാസം പ്രഗ്നൻ്റ്